ഹായ്, ഞാനാണ് അമൻ മുഹമ്മദ്, ഒരു 15-year-old ഫൗണ്ടർ ഫ്രം കേരള. ആൻഡ് ഞാൻ 10th ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അർജൻറ്റായിട്ട് വേണ്ടിയ ഡെയിലിബിൾസ്, ഒരു ഹെൽത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി എക്കോസിസ്റ്റം. ആൻഡ് ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്തായിരിക്കും വെച്ചാൽ ഹെൽത്തും സസ്റ്റൈനബിലിറ്റിയും വരുന്നത് നോർമൽ ആക്കുക എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് കുറേ ഹെൽത്ത് പറഞ്ഞിട്ട് കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അതിലൊക്കെ ലേബൽസ് ഉണ്ടല്ലോ, മിസ്ലീഡിങ്ങും കൺഫ്യൂസിങ്ങുമാണ്. അതായത് കസ്റ്റമേഴ്സിന് എന്ത് ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. കൂടാതെ തന്നെ ഈ കസ്റ്റമേഴ്സ് പറയുന്നത് ചിലപ്പം പാരൻസ്, സ്റ്റുഡൻസ് ആൻഡ് ഈവൻ ഡോക്ടേഴ്സ് വരെ ആയിരിക്കും. കാരണം ഇവരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന സാധനമാണ് ഒരു നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ദ റിയൽ പ്രോബ്ലം ഈസ് ഹെൽത്തി ലിവിങ് എന്ന് പറയുന്നത് ഒരു ലക്സറി പോലെയാണ്, ഇൻസ്റ്റെഡ് ഓഫ് ബീങ് എ നോർമൽ തിങ്. അതുകൊണ്ടാണ് ഡെയിലിബിൾസ് ബിൽഡ് ചെയ്യുന്നത് ഒരു എക്കോസിസ്റ്റം. അവിടെയാണെങ്കിലോ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന് എത്തുന്നതിന് മുന്നേ ഡെയിലിബിൾസ് ഫിൽട്രേഷൻ പ്രോസസ്സോ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാത്രമായിരിക്കും നമ്മുടെ ഇ-കോം സ്റ്റോറിൽ സെല് ചെയ്യുക. കൂടാതെ തന്നെ ഫ്യൂച്ചറിൽ കൺവീനിയൻസ് സ്റ്റോർ, QSR, കഫേസ്, അങ്ങനെ കുറേ ബിസിനസ് മോഡലിലേക്ക് സ്പ്രെഡ് ചെയ്യും. കൂടാതെ തന്നെ അതിൽ ഏറ്റവും മെയിനാണ് സ്കൂൾ പ്രൊണർ സിസ്റ്റം. അതിൻ്റെ അണ്ടർലൈനിൽ വരുന്ന മൈക്രോ ഫ്രാഞ്ചൈസീസ് ഫോർ സ്റ്റുഡൻസ്. വൺ എക്കോസിസ്റ്റം, വൺ സ്റ്റാൻഡേർഡ്, വൺ മിഷൻ, മേക്ക് ഹെൽത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി നോർമൽ അഗെയിൻ. ആൻഡ് എൻ്റെ ബ്രാൻഡ് ഡെയിലിബിൾസിന് ഇപ്പം 2 crore വാല്യൂഷനിൽ 10 lakh ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫർ കിട്ടിക്കി. കൂടാതെ തന്നെ നമ്മളിപ്പോൾ 9ഓളം കമ്പനീസ് ഓൺബോർഡ് ചെയ്ത് ആൻഡ് സ്റ്റിൽ കൗണ്ടിങ്. ആൻഡ് ഇതിനൊക്കെ കൂടെ തന്നെ നമുക്കൊരു ഇന്റർനാഷണൽ എക്സ്പോഷർ എന്നുള്ള രീതിയിൽ ബംഗ്ലാദേശിന് വരെ ടീം ജോയിൻ ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്. ആൻഡ് ദ മെയിൻ തിങ് ഈസ് നമ്മളൊരു സോഫ്റ്റ് ലോഞ്ചിന് പ്ലാൻ ചെയ്യുന്നുണ്ട് December 25 to 28 അറ്റ് കാലിക്കറ്റ് ബീച്ച്. എന്താക്കി വെച്ചാൽ ഒരു സ്റ്റാൾഡും റിയൽ യൂസേഴ്സിനെ എടുത്ത് സെല് ചെയ്യും ആൻഡ് അവരുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് കൊടുക്കും. ആൻഡ് എവറി സ്റ്റെപ്പ് ഈസ് ബിൽഡ് പബ്ലിക്കലി. ആൻഡ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്ലാൻ എന്താ വെച്ചാൽ കുറച്ച് ഇവന്റ്സിൽ സ്റ്റാൾഡ്, അതിൽ നിന്നും റിയൽ യൂസേഴ്സിന് റിയൽ ഇൻസൈറ്റ്സ് എടുക്കുക. അതിനുശേഷം ഒരു ഇ-കൊമേഴ്സ് ലോഞ്ച് ചെയ്യുക. എന്നിട്ട് എന്താക്കും, നമ്മൾ കൺവീനിയൻസ് സ്റ്റോറും കഫേ സെറ്റപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ സ്കൂൾ പ്രൊണർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ദ മെയിൻ തിങ് ഈസ് നമ്മൾ സിസ്റ്റംസ് റെഡി ആക്കിയതിന് ശേഷം ഫ്രാഞ്ചൈസി മോഡലിലേക്ക് കിടക്കുന്നതായിരിക്കും. ആൻഡ് ഈ പറഞ്ഞ പ്ലാനൊക്കെ വെറും 2026 പ്ലാൻ മാത്രമാണ്. ആൻഡ് നമ്മൾ എന്തെന്നൊക്കെ വേണമെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് മാർജിൻസിൽ നിന്നും, റീറ്റെയിൽ സെയിൽസിൽ നിന്നും, ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ആൻഡ് ഫ്രാഞ്ചൈസി മോഡലിൽ നിന്നുമാണ്. കൂടാതെ തന്നെ കുറച്ച് ട്രേഡ് സീക്രറ്റ് ആയിട്ട് കുറച്ചുകൂടി മോഡൽസ് ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു മൾട്ടി സ്ട്രീം മോഡൽ വിത്ത് ഹൈ സ്കെയിലബിലിറ്റി ആൻഡ് സ്ട്രോങ് റിട്ടൻഷൻ. വാട്ട് മേക്ക് അസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ് ഈസ് നോട്ട് ജസ്റ്റ് അവർ പ്രൊഡക്റ്റ്, ഇറ്റ്സ് അവർ മൈൻഡ് സെറ്റ്. ശരിയാണ്, കേജ് കുറവാണ്, the experience കുറവാണ്, but that's exactly why I can build a new ecosystem without old habits or old assumptions. Kids and youth shapes tomorrow's consumption. I am building the future as part of that generation, not as a company guessing from outside. നമ്മുടെ ഗോൾ സിമ്പിളാ, to change how Kerala and eventually the world experience health and sustainability, not as a trend, not as a luxury, but as a new normal thing. This is Dailybills and I am building it from a school desk with the conviction that big change can start young.